ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായിട്ട് ലുലുവിൽ പോകാനിരുന്നതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മൾ തീരുമാനം മാറ്റി. കാരണം എനിക്കെന്തോ ചെറുതായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ഒറ്റപ്പാലം സ്റ്റുഡിയോയിൽ പോകാമെന്ന്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് സ്റ്റുഡിയോ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കളക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വെച്ചിട്ട് നമ്മൾ പോകാമെന്ന് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ വാവക്കുട്ടിയുണ്ട്, നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയാൽ അവൾ വരില്ല കേട്ടോ. സോണി പറയുകയാണ് എവിടേക്കാണ് പോണ് ചോദിക്കുകയാണ്. സോണിക്ക് പറ്റിയൊരു ഡ്രസ്സ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ചാടും കേട്ടോ, കണ്ടോ ഓടി വരുന്നത് കണ്ടോ. ഞങ്ങളൊക്കെ ഇറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ട് ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ട്രെൻഡ്സിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഒറ്റപ്പാലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് സ്റ്റുഡിയോ ഉള്ളത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് പോയ ഉടനെ എൻ്റെ കണ്ണിൽ ഉടക്കി. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അതെടുത്ത് ഞാൻ ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാവുകുട്ടി ഇതാ ചെരുപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻ ഇവർക്ക് കിട്ടി കേട്ടോ. ഒരുപാട് ഇവർ എടുത്തിട്ടുമുണ്ട്. പിന്നെ നല്ല ഓഫർ പ്രൈസിലൊക്കെ നന്നായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 300, 400, 299 ആ റേഞ്ചിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇവർ ഡ്രസ്സുകൾ ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ മിക്കതും അവർ എടുത്തിട്ടുമുണ്ട് കേട്ടോ. വാക്കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് വേറൊന്നുമല്ല, അവൾ ബോഡിക്കോൺ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അങ്ങനത്തെ ടൈപ്പാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പാൻറ് ഇല്ലല്ലോ താഴെ, അതുകൊണ്ട് അവൾക്ക് ഒന്നും ഇട്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അവൾക്ക് പറ്റുന്നത് അവൾ ട്രയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടുപേർക്കും പറ്റുന്നത് നമ്മൾ എടുക്കാറ് കേട്ടോ. അത് രണ്ടുപേരും മാറി മാറി ഇടാണ്. അല്ലാതെ ഉണ്ണിക്കൊരു ഡ്രസ്സ് വാവയ്ക്കൊരു ഡ്രസ്സ് എന്നില്ല. ഇവർ രണ്ടുപേരും മാറ്റി ഇടാറുണ്ട് കേട്ടോ. അത് ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ ഡ്രസ്സ് നമ്മൾ എടുത്തില്ല. പിന്നെ ഇതിന് മുൻപ് കണ്ട വൈറ്റ് എടുത്തില്ല. അങ്ങനെ 2-3 ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി അത്യാവശ്യം എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഇത്തിരി എങ്ങനെ നമ്മൾക്ക് പോലെ പറ്റുന്ന ആൾക്ക് ഉണ്ട് കുർത്തി കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ അധികം ഓൺലൈനിൽ നിന്നാണ് എടുക്കാറ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മമ്മിയുടെ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട് എവിടെ നിന്നാണെന്ന്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നല്ല കേട്ടോ. ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ലത് കാണുമ്പോൾ എടുക്കാറാണ്. കണ്ടോ പോലെ ചന്തയ്ക്ക് പോകുന്ന പോലെ ഡ്രസ്സൊക്കെ റെഡിയാക്കി എല്ലാം ബാഗിലാക്കി വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പ് സെക്ഷനിലേക്കാണ് വന്നത്. പിന്നെ 2-3 വാക്കുട്ടി ഇങ്ങനെ നോക്കി, അവൾക്ക് അതൊന്നും ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഒന്നും എടുത്തു കേട്ടോ. പിന്നെ ഞാൻ എനിക്കുള്ള ടോപ്പാണ് എടുത്തേക്കുന്നത്. എനിക്കൊന്നും സെറ്റായി കിട്ടിയില്ല. ഈ ഒരു ഡ്രസ്സ് ഞാൻ പിടിച്ചത് കണ്ടില്ല, അത് ഞാൻ എടുത്തു കേട്ടോ. അതിൽ നമ്മളിങ്ങനെ സ്ട്രഗ് ഇങ്ങനെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ഞാൻ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഒന്നും സെറ്റായില്ല. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കണ്ടിരുന്നു കേട്ടോ. അവർ ഓടി വന്ന് നമ്മളോട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അവർക്കും സന്തോഷം, നമ്മൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഒരു കുട്ടി ഒക്കെ ഓടി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുട്ടി സബ്സ്ക്രൈബർ. അപ്പോൾ അതൊക്കെ നമുക്ക് വല്ലാണ്ട് സന്തോഷമായി. അപ്പോൾ പിന്നെ വാക്കുട്ടി ചെരുപ്പ് നോക്കിയത് ഞാൻ നോക്കിയത് ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ 2 എടുക്കണ്ട വെച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ വാക്കുട്ടി പെറുക്കൽ നിർത്തിയിട്ടില്ല. ടീഷർട്ടുകളൊക്കെ 199 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ബില്ലിങ്ങിന് നിൽക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരുപാടുണ്ട്, സത്യം തന്നെയാണ്. പിന്നെ വാക്കുട്ടി ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. ഇതൊന്നും ഉണ്ണി കൈകടത്താറില്ല. വാക്കുട്ടിയൊക്കെ റെഡി ആയിട്ട് എടുക്കുന്നത് ഉണ്ണിയെ യൂസ് ചെയ്തിട്ടാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് എല്ലാം നമ്മൾ ബില്ലാക്കി നമ്മൾ കയ്യിൽ തന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടെങ്കിലും ഒരുപാട് നാളേക്കുള്ള അവർക്ക് വേണ്ട കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ നിന്നാണ് അധികം അവർക്ക് എടുക്കാറ്. പക്ഷേ ഇത് കൂടെ നമ്മൾക്ക് ഏത് ടൈപ്പ് ജീൻസും കാര്യങ്ങളും നമ്മൾക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പർച്ചേസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ വന്നത് ഒറ്റപ്പാലത്ത് KFCയിലേക്കാണ് കേട്ടോ. കാരണം ഇത് പുതിയതായിട്ട് വന്നതാണ് നമ്മളെ ഒറ്റപ്പാലത്ത്. അപ്പോൾ ഇത് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ AFC ഉണ്ട്, KFC ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാച്ചിട്ട് ഇവർ വന്നതാട്ടോ. കാരണം എനിക്ക് രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ തോന്നി. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിത് ഇവിടെ ഇരുന്ന് കഴിച്ചില്ല. അപ്പോഴത്തേനും എനിക്ക് തലവേദനയൊക്കെ കൂടി, എനിക്ക് പനിക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ രീതിയൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി. എന്തായാലും ബൈ.